ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നത് 21-ാം തീയതിയാണ്. 21-ാം തീയതി വീഡിയോ ചെയ്തു. 22-ാം തീയതിയിലെ ലെവൽസ് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. നമുക്ക് 22-ാം തീയതിയിലെ ലെവൽസ് മുതൽ ചെക്ക് ചെയ്യാം. നമ്മൾ 22-ാം തീയതിയിലെ ലെവൽസ് ബാങ്ക് നിഫ്റ്റിയുടെ ഇന്ന് ബാങ്ക് നിഫ്റ്റി കാര്യങ്ങൾ നല്ല ഹെവി ബുള്ളിഷ് ആയിരുന്നു, നല്ല റാലി കിട്ടി. നമ്മൾ 2 ദിവസം മുൻപുള്ള ലെവൽസ് മുഴുവൻ പറഞ്ഞു തുടങ്ങാമെന്ന് പറഞ്ഞാൽ അറിയാം. 21-ാം തീയതി നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു ഈ ഒരു കാര്യം. കാരണം രണ്ട് ദിവസമായിട്ട് നമ്മൾ അന്നത്തെ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഈ ഒരു ലെവലിനകത്ത് കൺസോൾഡേറ്റ് ചെയ്യണമെന്നുള്ളത്. മാർക്കറ്റ് ഈ ഒരു ലെവലിനകത്ത് 2 ദിവസമായിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ കൺസോൾട്ടേഷൻ ആയിരുന്നു. സോ അതിനുശേഷം അന്ന് ലാസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു രാവിലെ നമുക്ക് അതിനു മുമ്പ് ആ ഒരു 48,221 മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ, അതായത് 48,221 അന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഹൈ ആയ 48,272 മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്കതിന് മുകളിലേക്കുള്ള ലെവൽസ് 48,470 ആ ലെവൽസ് നമ്മൾ പറഞ്ഞിരുന്നു. ആ 2 ലെവൽസിലേക്ക് എത്തുന്നുള്ളൂ. അതിന് കൂടെ തന്നെ പറഞ്ഞായിരുന്നു ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ താഴത്തേക്ക് നമ്മളൊരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈനിൽ തട്ടി മാർക്കറ്റ് മുകളിലേക്ക് തിരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം. ഒരു നെഗറ്റീവ് ബിയറിഷ് മോഡിലേക്ക് അന്ന് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് വരാം. എക്സാക്ട്ലി ആ രീതിയിലാണ് 22-ാം തീയതിയിലെ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. 22-ാം തീയതിയിലെ മാർക്കറ്റിനകത്ത് സംഭവിച്ചിരിക്കുന്ന കേസ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ലെവലിൽ 48,221 എന്നുള്ള ലെവലിനകത്ത് നിന്ന് റിജക്റ്റ്, അവിടുന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടി, റിജക്റ്റായി. അവിടെ നിന്നല്ല, ഇവിടുന്ന് ഒരു ലേശം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, റിജക്റ്റായി. ശേഷം നേരെ താഴോട്ട് വന്നു. താഴേക്ക് വന്ന ശേഷം കുറേ നേരം ആ ഒരു ലെവലിലായിരുന്നു കൺസോൾട്ടേറ്റ് ചെയ്തത്. അന്ന് ഇതായിരുന്നു, എന്താ പറയുക, എക്സ്പയറി ആയിരുന്നു. സോ ഈ ഒരു ലെവലിൽ വെച്ച് ഒരുവിധം ആളുകളുടെ, കാരണം ഒരു ട്രെൻഡ് ലൈൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മണിക്കൂറിന് മുകളിലേക്ക് ആ ഒരു ലെവലിൽ തന്നെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഒരു മണിക്കൂറിന് മുകളിലോളം ആ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് ഉണ്ട്. സാധാരണ രീതിയിൽ ഇവിടെയൊക്കെ പ്രീവിയസ്ലി ഒക്കെ സംഭവിച്ച രീതിയിലായിരുന്നു എല്ലാവരും എക്സ്പെക്ട് ചെയ്യുക. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഇവിടുന്ന് ഒരു സിംഗിൾ കാൻഡിൽ 50 മിനിറ്റ്സ് കാൻഡിൽ നോക്കുകയാണെങ്കിൽ കാണാം ഒരു റിവേഴ്സ് കാൻഡിൽ വന്നിട്ട് നേരെ മുകളിലേക്ക് കയറുകയാണ് ചെയ്തത്. ഇവിടെയും അതേ രീതിയിൽ തന്നെ ആ ഒരു ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്ത സമയത്ത് തന്നെ ഉടനെ തന്നെ ഒരു റിവേഴ്സ് കാൻഡിൽ വന്നിട്ട് മുകളിലേക്ക് കയറുക ചെയ്തത്. പക്ഷേ അന്ന് ബുധനാഴ്ചത്തേക്ക് ആ രീതിയിലാണ് എൻട്രി എടുത്തതെന്ന് വെച്ചാൽ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം ഏകദേശം ഇത് മെൽറ്റ് ആവുന്ന രീതിയിൽ, അതായത് പ്രീമിയം മെൽറ്റ് ആവുന്ന രീതിയിൽ ഒരു മാർക്കറ്റ് ആയിരുന്നു ആ സമയത്ത്. ഏകദേശം അവസാന നിമിഷം വരെ ഏകദേശം ആ ഒരു സമയം നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ, അതായത് ഈ ഒരു ലൈനിലായിരിക്കും എല്ലാവരുടെ സ്റ്റോപ്പ് ലോസും ഉണ്ടാവുക. നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാം ആ ഒരു ലൈനിൽ തന്നെയായിരുന്നു എക്സാക്റ്റ് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തത്. സോ ആ ഒരു ലെവലിനകത്തുനിന്ന് എടുത്തിരിക്കുന്നത്, കാരണം എങ്ങനെ എടുത്തു കഴിഞ്ഞാലും കുറേ നേരം ഒരു 10 മിനിറ്റ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ, കാരണം മാർക്കറ്റ് ഏകദേശം ഇവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ 1 മണിക്ക് ഏകദേശം ആ ലൈനിലേക്ക് മാർക്കറ്റിൽ ലാൻഡ് ചെയ്യുന്ന ഏകദേശം 11 മണിയോട് കൂടിയാണ്. 11 മണി മുതൽ ഏകദേശം മാർക്കറ്റ് 11 മണി മുതൽ 2:30 വരെ ഏകദേശം അത്രയും സമയം മാർക്കറ്റ് ആ ഒരു ലെവലിൽ തന്നെ ആയിരുന്നുണ്ട്. കാരണം ആർക്കും ഒരു പ്രീ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നില്ല ആ സമയത്ത്. അവിടുന്ന് മാർക്കറ്റ് നേരെ വരുന്നു. ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അപ്രോക്സിമേറ്റ്ലി അവിടുന്ന് ഉണ്ടായിരുന്ന ഈ ചെയ്യുന്ന ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ എല്ലാം ഹിറ്റാവുന്ന രീതിയിൽ ഒരു ക്യാൻഡിലിനകത്ത് കിട്ടിയിരിക്കുന്നത് ഏകദേശം നിയർലി 300 പോയിന്റിൻ്റെ അടുത്ത് ഒരു ഡൗൺ സൈഡ് ഒറ്റ ക്യാൻഡിലിനകത്ത് 50 മിനിറ്റ്സ് ക്യാൻഡിലിനകത്ത് കിട്ടിയിരിക്കുന്ന ഫോളാണ് ഒരു ഏകദേശം 300 പോയിന്റ്. ദെൻ അതിനുശേഷം ഉണ്ടായിരിക്കുന്ന സംഭവം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ലെവലിനകത്ത് അവിടുന്ന് നേരെ റിവേഴ്സിൽ വരുന്നു. അന്നത്തെ മാർക്കറ്റിനകത്ത് വന്നിരിക്കുന്ന സംഭവമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം താഴേക്ക് ഇറങ്ങിയതിനേക്കാൾ കൂടുതൽ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിനകത്ത് നിന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഏകദേശം 666 പോയിന്റോളം അന്ന് ഒരു ദിവസം മാത്രം മാർക്കറ്റ് മുകളിലേക്ക് കയറി. ആ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു ലെവൽ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ആ ഒരു ലെവലിനകത്ത് നിന്ന് അത്രയും പോയിന്റ് മുകളിലേക്ക് കയറി. കാരണം നമ്മൾ ഇത്രയും ദിവസം കൺസൾട്ടേഷൻ നിന്നാൽ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ഹിറ്റായി ആ ഒരു ലെവലിനകത്ത് ആ ഒരു ദിവസം മാത്രം മാർക്കറ്റ് അത്രയും മുകളിലേക്ക് കയറി. സോ അതിനുശേഷം നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിനകത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റുന്നൊരു വ്യൂ ആണ് ഈ ഒരു ഓപ്പൺ ആയിരിക്കുന്ന സംഭവങ്ങളെന്ന് പറയുന്നത് തന്നെ. നിയർലി ഇവിടെ വെച്ചിട്ടാണ് ന്യൂട്രൽ ഓപ്പണിംഗ് വന്നു. അതിനുശേഷം ആദ്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 48,000 ക്ലോസ് ചെയ്തു. 48,000 മുകളിൽ 48,221 ക്രോസ് ചെയ്തു. കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവലാണ്. അതിനുശേഷം ക്ലോസ് ചെയ്തു. അതിനുശേഷം തൊട്ട് മുൻപത്തെ ദിവസങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൈ, അതിനകത്ത് കുറച്ചൊരു 15 മിനിറ്റോളം മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ഒരു ലാൻഡ് ചെയ്തു. അവിടെ ഒരു ചെറിയ രീതിയിൽ ഒന്ന് ഒരു കൺസോൾട്ടേഷൻ, ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു, അവിടെ നിന്നു. ദെൻ അതിന് തൊട്ട് മുകളിലുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് 48,470 ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം റീടെസ്റ്റ്. ഈ ഒരു ക്യാൻഡിലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം 1.25 അതിനകത്ത് റീടെസ്റ്റ്. ദെൻ അതിനുശേഷം മുകളിലേക്ക് മാർക്കറ്റ് കയറുന്നു. വീണ്ടും അതിനകത്ത് മുകളിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം
നിയർലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു 317 ഏകദേശം 350 പോയിന്റോളം മാർക്കറ്റ് അതിനുശേഷം മുകളിലേക്ക്. നമുക്കൊരു ഓപ്ഷൻ ബൈയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ ആയിട്ടുള്ളൊരു സി ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ബൈ ചെയ്യാനുള്ളൊരു സംഭവമായിരുന്നു ഇത്. നമ്മൾ ഓപ്ഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി ബുള്ളിഷ് ആയിരുന്നു. ഇവിടെ നമുക്കൊരു സി എൻട്രി എടുക്കായിരുന്നു. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ നമ്മൾ മുൻപ് കഴിഞ്ഞ ദിവസം വരച്ചിരുന്ന ലൈനാണ്. ഇതിനകത്ത് മാർക്കറ്റ് 15 മിനിറ്റ്സിനകത്ത് കയറുന്നു, താഴെ വരുന്നു, ഇവിടെ വന്നതിന് ശേഷം ഒന്ന് ലാൻഡ് ചെയ്യുന്നു. ഇതിനകത്ത് മറ്റേ എന്താ പറയുക സപ്പോർട്ട് എടുക്കുന്നു, മുകളിൽ കയറുന്നു. ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രീംലി നമുക്ക് ആ ഒരു രീതിയിൽ പ്രൈസ് ആക്ഷൻ വെച്ച് പ്രൈസ് എടുക്കുന്ന ആളുകൾക്ക് എക്സ്ട്രീംലി ബുള്ളിഷ് ആയിട്ടുള്ളൊരു ഏകദേശം ഇവിടുന്നാണ് മാർക്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് കിട്ടുമായിരുന്ന പോയിന്റ് ഏകദേശം 500 പോയിന്റിന് മുകളിൽ പ്രീമിയത്തിൽ തന്നെ കിട്ടുന്ന രീതിയിലായിരുന്നു. വിക്സ് അധികം കൂടി നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രീമിയം കിട്ടുമായിരുന്നു. ഒരു 500 പോയിന്റോളം നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്കത് ട്രേഡ് ചെയ്തെടുക്കായിരുന്നു. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ആ രീതിയിലാണ് സംഭവിച്ചത്. നിഫ്റ്റി ആൾറെഡി ബുള്ളിഷ് തന്നെയായിരുന്നു. നമ്മൾ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ കേസിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് നിഫ്റ്റി ആൾറെഡി, കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ബാങ്ക് നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ രീതിക്കകത്ത് നിൽക്കുന്ന സമയത്തും നിഫ്റ്റി മുകളിലേക്ക് കയറിക്കൊണ്ട് മുകളിലേക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഈ ഒരു ലെവലിൽ 17-ാം തീയതിക്ക് മുകളിൽ തന്നെ ഈ ഒരു സംഭവത്തിലേക്ക് കയറി നിഫ്റ്റി സാധാരണ ഒരു 1 ഒരു ഹയർ ലോ എന്നുള്ള രീതിയിലാണ് ഫോർമേഷനിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ ലെവലിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന ഒരു ലെവലാണ് ഈ പറഞ്ഞിരിക്കുന്ന 22,591 എന്നുള്ള ലെവൽ. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല 2-3 ദിവസം. പക്ഷേ ഇന്നത്തെ കേസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ആദ്യത്തെ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നു. നമ്മുടെ ഈ ലെവലിനകത്ത് 22,591 എന്നുള്ള ലെവലിനകത്തേക്ക് ലാൻഡ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏകദേശം മാർക്കറ്റ് പോയിരിക്കുന്ന കയറിയിരിക്കുന്ന 405 പോയിന്റോളം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന പ്രൈസ് ആണ് 22,951. ഒരു ഓൾ ടൈം ഹൈ, ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇന്നത്തെ മാർക്കറ്റിനകത്ത് നിഫ്റ്റി ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇനി നോക്കുന്ന സമയത്ത് നമുക്ക് നാളത്തേക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഏത് രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു ബുള്ളിഷ് റാലി നമുക്ക് നിഫ്റ്റിക്കകത്തും ബാങ്ക് നിഫ്റ്റിക്കകത്തും കിട്ടി. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിന് മുൻപ് ഇതുപോലെ നിഫ്റ്റിക്കകത്തും ബാങ്ക് നിഫ്റ്റിക്കകത്തും ഒരു ബുള്ളിഷ് റാലി കിട്ടിയിരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ള കാര്യം ആദ്യം നോക്കുന്നത്. അത് നോക്കുകയാണെങ്കിൽ ഒരു 1 ഡേ ക്യാൻഡിൽ എടുക്കുന്നു. നമ്മൾ 1 ഡേ ക്യാൻഡിൽ എടുത്തതിന് ശേഷം നോക്കുകയാണെന്ന് വെച്ചാൽ ഇന്നത്തെ രീതിയിൽ ഏകദേശം ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇന്നത്തെ രീതിയിൽ നമുക്ക് ക്യാൻഡിൽ ഏകദേശം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏകദേശം 410-411 പോയിന്റോളം നമുക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് മാർക്കറ്റ് കയറിയിരിക്കുന്ന കുറച്ച് ഏരിയാസ് നമുക്ക് കുറച്ച് പ്രീവിയസ് ഡേയ്സിന് മുകളിലേക്ക് സംഭവങ്ങളാക്കി നോക്കാം. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഹയർ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പാറ്റേൺ ആണ്. ഇവിടെ ഒന്നും എത്തുന്നില്ല. നമ്മൾ ഇതിനകത്ത് നോക്കുന്ന കേസിനകത്ത് 1-2 ഏരിയക്കകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒന്നിൻ്റെ സംഭവം. ഇവിടെ ഒരു നിഫ്റ്റിയുടെ ഒരു നല്ലൊരു മാർക്കറ്റ് കയറിയിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം ഇതിനകത്ത് പിറ്റേ ദിവസം മാർക്കറ്റ് നന്നായിട്ട് താഴേക്ക് വന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം മാർക്കറ്റ് മുകളിലേക്ക് കയറി അത്ര ഏകദേശം പോയിന്റ് കയറിയിരിക്കുന്ന അത്രയും തന്നെ ഇതിനകത്ത് നമുക്ക് കാണാം. മാർക്കറ്റ് മുകളിലേക്ക് എത്ര കയറിയോ അത്ര തന്നെ മാർക്കറ്റിനകത്ത്. ഇത് തൊട്ടടുത്ത ദിവസം പക്ഷേ കയറിയിരിക്കുന്ന അതേ ദിവസം തന്നെ മാർക്കറ്റ് താഴേക്ക് വന്നിരിക്കുന്നു. ഇതാ ഇവിടേക്കൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് പിന്നെ ഒരു കണ്ടിന്യൂസ് റാലി എന്നുള്ള രീതിയിലാണ് ഇവിടേക്കൊക്കെ പോയിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസം ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ മാർക്കറ്റ് മുകളിലേക്ക് കയറി, പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇതിനകത്ത് നോക്കുന്നു വലിയ രീതിയിൽ എന്താ പറയുക വലിയ രീതിയിൽ നമ്മൾ ഇതിനകത്ത് കാണുന്ന രീതിയിൽ വലിയ ബുള്ളിഷ് ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഡേ ക്യാൻഡിലിനകത്ത് ബുള്ളിഷായിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്തിരിക്കുന്നത് പിറ്റേ ദിവസം നല്ല സെൽ ഓഫ് കാണാവുന്നതാണ്. അതിൽ നിഫ്റ്റിയുടെ കേസിൽ മാത്രമേ നിഫ്റ്റി ഇന്ന് അത്യാവശ്യം മൂവ് ചെയ്തിരിക്കുന്നതിന് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ടിലാണ് നിഫ്റ്റി അത്യാവശ്യം മൂവ് ചെയ്തിരിക്കുന്നത്. കാരണം നിഫ്റ്റി ആൾറെഡി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ബുള്ളിഷ് തന്നെയായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ രീതിയിലായിരുന്നു. ബാങ്ക് നിഫ്റ്റി 1000 പോയിന്റിന് മുകളിലേക്ക് ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തപ്പോൾ അതിന് കൂടെ കയറിയതാണ് നിഫ്റ്റി എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ. സോ ഒരു ഓൾ ടൈം ഹൈ എന്നുള്ള രീതിയിൽ ഇന്ന് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ആണെങ്കിലും ഒരു ഓൾ ടൈം ഹൈയിലേക്കൊന്നും എത്തിയിട്ടില്ല. 48,737 നിയർലി 50,000 അടുത്ത് വരെ മാർക്കറ്റ് എത്തി. ആ ലെവലിലേക്ക് എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് ഇനിയും ബാങ്ക് നിഫ്റ്റിക്ക് ഇനിയും ഏകദേശം 1300 പോയിന്റോളം മുകളിലേക്ക് ഇനിയും കയറാനുണ്ട്. സോ നാളത്തേക്കുള്ള മാർക്കറ്റിനകത്തേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ നെക്സ്റ്റ് ലെവൽസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ലെവൽസ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളാക്കി നോക്കുകയാണെങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഒക്കെ ആയിട്ട് വരുന്നത് നമ്മളൊന്ന് ആദ്യം ഡ്രോ ചെയ്യാം. നമുക്ക് ഇതിനകത്ത് നോക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് ഇന്നത്തെ ഒരു ഇനിയൊരു മാർക്കറ്റ് ഡൗണിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയകൾ ഏതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിബ് ഒന്ന് ഒരു റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോയും ഹൈയും വെച്ചിട്ട് ഫിബ് റിട്രേസ്മെൻറ്റ് ചെക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ മുതൽ ഇവിടെ വരെ ഒന്ന് ഫിബ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ലെവൽസ് നമുക്ക് ഇവിടെ കിട്ടുന്ന നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ്.
ഓക്കെ. അപ്പം നമുക്ക് ഇപ്പം നാളത്തെ കേസിനകത്ത് ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഒരു എക്സ്ട്രീംലി ബുള്ളിഷ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നാളെ ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷയാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു രീതിയിൽ ബയേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് എക്സ്പെക്ട് ചെയ്യാമെന്നാണ്. ഗ്യാപ്പ് അപ്പ് എക്സ്പെക്ട് ചെയ്ത് തൊട്ട് മുകളിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് 48,973 എന്ന് പറയുന്ന ഏരിയ. സോ ഒരു ഗ്യാപ്പ് അപ്പ് എന്നുള്ള സിനാരിയോയിലേക്കാണ് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നേരെ ഗ്യാപ്പ് അപ്പ് പോകുന്ന ശേഷം മാർക്കറ്റ് രാവിലെ തൊട്ട് ഡൗൺ ആയിട്ട് താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അല്ലാത്ത കേസിലാണെന്ന് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒന്നുകിൽ ഇവിടേക്ക് ക്രിയേറ്റ് ചെയ്തു, ദെൻ തൊട്ട് മുകളിലുള്ള ഈ സപ്പോർട്ടിനകത്ത് 48,972 എന്നുള്ള സപ്പോർട്ടിനകത്ത് വരുന്നു. ദെൻ താഴെ വന്നതിന് ശേഷം ഫസ്റ്റ് സപ്പോർട്ടായിട്ട് 0.236, ഓക്കെ, അതും 48,476. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാർക്കറ്റ് ചെയ്ത് കുറേ ദിവസങ്ങളിലായിട്ട് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന 48,476 എന്ന് പറയും, 465. ഒരു ടാർഗറ്റായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ടാർഗറ്റായിട്ട് പറഞ്ഞിരുന്ന ഒരു ഏരിയയാണ് 48,476 എന്നുള്ളൊരു. ഫസ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് 48,470 എന്ന് പറയുന്ന ഒരു ഏരിയ. സോ ഒന്ന് നമ്മൾ താഴേക്ക് വന്നു, ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് പ്രീവിയസ് ഡേ PDH എന്ന് പറയുന്ന ഏരിയ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാതെ താഴേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണ് 48,470. മുകളിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ഉണ്ട് 48,673 എന്നുള്ള ഏരിയ. സോ അത് ഒരു വലിയ രീതിയിൽ ആക്ട് ചെയ്യാൻ സാധ്യത. കാരണം നമ്മൾ ഈ ഒരു സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 0.236 നോക്കുന്ന ഫിബ് റിട്രേസ്മെൻറ്റിനകത്ത് ഇന്നത്തെ ഒരു റാലിക്കകത്തുള്ള സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 0.236 എന്ന ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അതായത് 48,470 എന്നുള്ള ഏരിയ, ആ ഒരു ഏരിയ തന്നെയാണ് ആ ഒരു 0.236 വരുന്നത്. 0.236 അല്ലെങ്കിൽ 48,470 എന്നുള്ള ഏരിയയും റെസ്റ്റ് ചെയ്യാൻ പറ്റാതെ അതിന് സപ്പോർട്ട് എടുക്കാൻ കഴിയാതെ അവിടെ നിന്ന് താഴേക്ക് വരികയും തൊട്ട് താഴെ 0.382 അത്രയും ഇതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് മാർക്കറ്റിനകത്ത് കുറേ ദിവസമായിട്ട് കൺസോൾഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ, ആ ഒരു ഏരിയ വരുന്നുണ്ട്. അതിനും താഴേക്ക് പോകാൻ വളരെയധികം ചാൻസ് കുറവാണ്. 48,200, 250 ഏരിയ അത്രയും താഴെ പോകാൻ സാധ്യത കുറവാണ്. കാരണം നിഫ്റ്റി ആൾറെഡി അത്യാവശ്യം കയറിയിരിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയും അത്യാവശ്യം ബാങ്ക് നിഫ്റ്റി കയറിയിരിക്കുന്നത്. സോ ഒരു മാർക്കറ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള മാർക്കറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹയർ ലോ എന്നുള്ള രീതിയിൽ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ഹൈ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രീമായ സെല്ലിംഗ് നാളെ കാണുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ഏരിയ 48,250, ഒരു 270 ഏരിയ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരുന്ന സപ്പോർട്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരികയാണെങ്കിൽ 48,470 ആ ഒരു രീതിയിൽ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. അത്രയും എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള 0.382 വരുന്ന 48,299 എന്നുള്ള ഏരിയ വരെ അത്രയും ഏരിയ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിക്കകത്ത്. അല്ല മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിനകത്ത് ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് തന്ന് ഇവിടെ ലേശം കൺസോൾഡേറ്റ് ചെയ്ത് ഈ ഒരു ഏരിയക്കകത്ത് തന്നെ കൺസോൾട്ടേഷൻ വന്ന് കാര്യങ്ങളാക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പിനകത്തേക്കാണ് കാര്യങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോഴുള്ള മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ലെവലിൽ ഒരു 48,973 ഒക്കെ വരുന്ന ഒരു കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്ന ഫിബ് റീട്രേസ്മെൻറ്റ് ഒന്ന് ഇതുവരെ ലെവൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. കാരണം അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഹൈ ഏതാണോ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ചെയ്യുക. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിരിക്കുന്നത് ഇന്നിപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ വെച്ചിട്ടാണ്. ആ ഒരു ഹൈ വരെ മാർക്കറ്റ് ഒന്ന് എത്തിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇവിടെ ഈ 0.236 എന്ന് പറഞ്ഞു വരുന്നത് ഏകദേശം 48,623 ആ ഒരു റേഞ്ചിനകത്ത് നമുക്ക് കാണാം. 48,623, 0.382 എന്നുള്ള പറയുന്നതിന് 48,470 തൊട്ട് താഴെയായിട്ട് 48,386, 380 ആ റേഞ്ചിലേക്ക് വരുന്നത് കാണാം. അപ്പോൾ ആ ലെവൽസൊക്കെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക, ആ രീതിയിലേക്കാക്കാം. സോ ഒരു ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ആ രീതിയിൽ നമുക്ക് കാണാം. അതല്ല ഒരു മാർക്കറ്റ് ഒരു ന്യൂട്രൽ ഓപ്പണിങ്ങിൽ വന്നു, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിലോ അല്ലെങ്കിൽ ന്യൂട്രൽ ഓപ്പണിങ്ങിലോ വന്നതിന് ശേഷം തൊട്ട് താഴെയുള്ള ഇവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു ഏരിയ, നമ്മൾ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ 48,737 എന്നുള്ളതിനകത്ത് ഒന്ന് ലാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ വന്ന് താഴെ ഇവിടെ സപ്പോർട്ട് എടുത്തു. ദെൻ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ആ സമയത്ത് ഒരു ഉണ്ടാക്കുന്ന പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ട് 48,994 ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു പർച്ചേസ് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, നാളെ ബാങ്ക് നിഫ്റ്റിക്കകത്തേക്കുള്ള എൻ്റെ ഒരു പർച്ചേസ് ഓപ്ഷൻസും പർച്ചേസ് പ്ലാൻസും കാര്യങ്ങളും ആ ഒരു രീതിയിലാണ്. നമുക്ക് നിഫ്റ്റിയുടെ കേസിലും അത് ഏത് രീതിയിൽ വർക്ക് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. സോ നിഫ്റ്റിയുടെ കേസിലും നമ്മൾ പറഞ്ഞു ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ തൊട്ട് മുകളിലായിട്ട് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പുതിയ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും മുകളിലേക്കില്ല. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളാക്കിയിട്ട് മുകളിലേക്ക് കാര്യങ്ങൾ പോയിട്ട് കാര്യങ്ങളോ ടാർഗറ്റ് ചെയ്യാനോ കാര്യങ്ങളാക്കിയിട്ടുള്ള ഏരിയാസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. തൊട്ട് മുകളിലേക്ക് ഒരു സംഭവങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കാലങ്ങളായിട്ട് കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് നിഫ്റ്റി മുകളിലേക്ക് വരുന്ന ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിലേക്കുള്ള സംഗതിയാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ
നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഇപ്പോൾ ഒന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോക്കകത്ത് നമ്മൾ ഒരു ചെക്ക് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 150 പോയിന്റ് ആ റേഞ്ചിനകത്ത് 150-160 പോയിന്റോളം നമുക്ക് അതിനകത്ത് കാണാനുണ്ട്. സോ നമ്മൾ ബാങ്ക് നിഫ്റ്റിക്കകത്തേക്ക് ഒരു അപ്സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് പറയുകയാണെങ്കിൽ, കാരണം ഇതിനെ ഇവിടെ തട്ടി മുകളിലേക്ക് പോകുന്ന ആ ഒരു കേസ്, ഇവിടെ നിന്നൊരു കൺസോൾട്ടേഷൻ വന്നു, ഇവിടെ വന്നു മുകളിലേക്ക് പോകുന്ന ഒരു കേസ് ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പോകുന്നതിന് ആനുപാതികമായിട്ട് നിഫ്റ്റിയും ഈ ലെവലിൽ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നൊരു ടച്ച് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രീമായിട്ട് എന്തായാലും ഒരു കറക്ഷൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ തവണയൊക്കെ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ മാർക്കറ്റ് ഒന്ന് താഴേക്ക് വീണ് കാര്യങ്ങളായത് നമ്മൾ കണ്ടതാണ്. സോ നമുക്ക് ആ ഒരു ട്രെൻഡ് ലൈനിനകത്തേക്ക് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രീമായിട്ട് നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു സെൽ ഓഫിനെ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു രീതിയിലാണ്. അപ്പം ഇപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റിക്കകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ ഒരു ഫിബ് ട്രേസ്മെൻറ്റ് നമ്മൾ ഇന്നത്തെ ഹൈയും ലോയും കൂട്ടി ഒരു ഫിബ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ ഉണ്ടാവും എന്നുള്ള കാര്യം നോക്കാം. നമുക്കിതിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഹൈയും ലോയും വെച്ചിട്ട് ഒരു ഫിബ് റിട്രേസ്മെൻറ്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാവുന്നതാണ്. ഫസ്റ്റ് താഴേക്ക് വരുന്ന ഒരു മാർക്കറ്റ് ഒരു ലോവർ ലെവലിലേക്കോ കാര്യങ്ങളോ ആയിട്ട് വരുന്ന സമയത്ത് ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിനകത്ത് നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന സംഭവം ഇവിടെ നിന്ന് ഓപ്പണായി കാര്യങ്ങളൊന്നും മുകളിലേക്ക് കയറി ഈ ഒരു ഒന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈയിനകത്ത് തട്ടി മാർക്കറ്റ് താഴേക്ക് വരുന്ന സിനാരിയോ വരികയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഈ ഒരു ലെവൽ കാണാം. നമുക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു 0.236 എന്നുള്ള ഏരിയ 22,859 ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഒരു പി നോക്കാം. തൊട്ട് താഴെ സെക്കൻഡ് ടാർഗറ്റായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഏരിയയാണ് 0.382 എന്ന് പറയുന്ന ഏരിയ. അതിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഒരു ലെവലും നമുക്ക് ഇതിനകത്ത് കാണാവുന്നതാണ്. അത് 22,834 എന്ന് പറയുന്ന ഒരു ഏരിയ. ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അതിനകത്ത് കാണാവുന്നതാണ്. തൊട്ട് താഴെ നമുക്ക് ആ ഒരു സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ടാർഗറ്റായിട്ട് ഒരു ഡൗൺ ട്രെൻഡിനകത്തേക്ക് വരുന്ന ഒരു ഫസ്റ്റ് ഫൈനൽ ടാർഗറ്റായിട്ട് 22,786 എന്ന് പറയുന്ന ഏരിയ. ഈ ഒരു ഏരിയക്കകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മുകളിലേക്കുള്ള ഒരു എൻട്രി, കാരണം 0.5 എത്തിക്കഴിഞ്ഞാൽ ആ ഒരു താഴേക്ക് വരുന്ന ആ ഒരു ട്രെൻഡിനകത്ത് നമുക്കൊരു ചേഞ്ചസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ചേഞ്ചസ് എക്സ്പെക്ട് ചെയ്ത് വേണമെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് പോകും എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നാളത്തെ കേസിൽ നിഫ്റ്റിക്കകത്തേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് മുകളിലേക്ക് പോകാതെ തന്നെ താഴേക്ക് വരുന്ന രീതിയിലാണ് വെച്ചാൽ ഒരു ന്യൂട്രൽ ഓപ്പണിങ്ങോ കാര്യങ്ങളോ കിട്ടി ഇവിടേക്ക് വന്നതിന് ശേഷം താഴേക്ക് വന്നു ഒന്ന് റെച്ച് ചെയ്തു. ആ ഒരു രീതിക്ക് അത് ലോവർ ഹൈ എന്നുള്ള രീതിയിൽ കാര്യങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഒരിക്കകത്ത് വരുമെന്നുള്ള രീതിയിൽ ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. ഇനി ഒരു അടുത്ത സിനാരിയോ നമുക്ക് നോക്കുകയാണെങ്കിൽ തൊട്ട് മുകളിൽ കാണുന്ന തന്നെ കുറച്ച് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു വീക്ക്ലി ഒരു മാസങ്ങളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. അപ്പം ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് കയറി ആ ഒരു ഇതിലേക്ക് ഈ ഒരു ലെവലിലേക്ക് എത്തുന്നവരെ മാർക്കറ്റ് മുകളിലേക്ക് കയറി 737,973 ഏകദേശം ഒരു 250 പോയിന്റിൻ്റെ അടുത്തുള്ള വ്യത്യാസം വരുന്നത് ഒരു ഗ്യാപ്പ് മുകളിലേക്ക് ഉണ്ട്. തൊട്ടടുത്തുള്ള മുകളിൽ അവിടെ കയറിയിട്ടാണ് അവിടെ ടച്ച് ചെയ്തിട്ടാണ് റെസിസ്റ്റൻസ് താഴേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ട് ബാങ്ക് നിഫ്റ്റിക്കകത്തും ആ ഒരു മാർക്കറ്റ് അതിനെ എക്സ്പെക്ട് ചെയ്ത് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു ലെവൽ വരെ അല്ലെങ്കിൽ ഇതിന് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഒരു 100 പോയിന്റ് ഒക്കെ നമുക്ക് ഒരു 23,000 എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഒരു എന്താ പറയുക സെൻറ്റിമെൻ്റൽ ഏരിയ കൂടിയാണ് 23,000. സോ 23,000-നകത്ത് നമുക്കൊരു ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. 23,000-നകത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്ന സംഭവത്തിനകത്ത് നമുക്ക് നോക്കാം. 23,000 വരെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റ് എന്തായാലും ഫേസ് ചെയ്യും. സോ നമുക്ക് അതിനകത്ത് നോക്കിയിട്ട് കാര്യങ്ങൾ ഒന്ന് ഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പം 23,000 തൊട്ട് താഴെയാണ് മാർക്കറ്റ് എന്ന് വന്ന് നിൽക്കുന്നത്. സോ നമുക്ക് ആ ഒരു സംഭവത്തിനകത്ത് 23,000-ലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള സംഭവം നമ്മൾ 23,000-നകത്തേക്ക് ഒരു ഫിബ് റിട്രേസ്മെൻറ്റ് ഒന്ന് നീട്ടി വരയ്ക്കുന്നു. ഓക്കെ, അത് വരയ്ക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി കാണാം. ആൾമോസ്റ്റ് ചെറിയ രീതിയിൽ ആ ടാർഗറ്റും കാര്യങ്ങളും ചെറിയ രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. 0.236 എന്ന് പറയുന്ന ഏരിയ തൊട്ട് മുൻപ് 22,895 ആയിരുന്നു. സോ നമുക്ക് ആ ഒരു ഏരിയ മാറിയിട്ട് നമുക്ക് കാണാം ചെറിയ രീതിയിലൊരു വേരിയേഷൻ നമുക്കിവിടെ കാണാം. വലിയ മാറ്റങ്ങൾ വരുന്നില്ല, എന്നിരുന്നാലും ചെറിയ രീതിയിലൊരു വേരിയേഷൻ നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ്. അവസാനം നമുക്ക് 22,809 ഒരു എന്താ പറയുക ഒരു നിയർലി ഒരു 100 പോയിന്റിൻ്റെ അടുത്ത് വ്യത്യാസം നമുക്ക് കാണാം. ആ ഒരു രീതിക്ക് നമുക്ക് ഡ്രോ ചെയ്തിട്ട് ടാർഗറ്റിനെ ചേഞ്ച് ചെയ്ത് നമുക്ക് കാര്യങ്ങളാക്കാം. താഴേക്കാണ് വരുന്നത് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ടാർഗറ്റ് ചേഞ്ച് ചെയ്ത് കാര്യങ്ങളാക്കാവുന്നതാണ്. സോ നാളത്തെ ഒരു ഓപ്ഷൻ ബൈയിങ് പ്ലാൻ ആയിട്ട് ഞാൻ കാണുന്നതാണ്. ഒരു താഴത്തേക്ക് നാളെ ഒരു മുകളിലേക്ക് എന്നുള്ള രീതിയിലല്ല, താഴെ അത്യാവശ്യം നല്ലൊരു റാലി കിട്ടിയിരിക്കുന്നതുകൊണ്ട്
ഒരു പ്രീവിയസ് ഡേയ്സിനകത്തൊക്കെ ആക്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്ത കാര്യങ്ങളാക്കുകയാണെങ്കിൽ നാളെ മാർക്കറ്റ് കുറച്ചൊന്ന് കറക്റ്റ് ആയതിനു ശേഷം മുകളിലേക്ക് പോകും എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത് മാർക്കറ്റ് താഴേക്ക് വന്നതിന് ശേഷം മുകളിലേക്ക് പോകുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നാളെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷനും കാര്യങ്ങളും ബേസ് ചെയ്ത് നാളത്തെ എൻട്രീസും കാര്യങ്ങളും നമുക്ക് നാളെ മാർക്കറ്റ് ടൈമിലൊന്ന് പരിഗണിക്കാം.